കുറച്ചധികം ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും വലിയൊരു ശതമാനം ആളുകളും ഇപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയിലും കുടകൾ ചൂടി VS-നെ കണ്ടേ മടങ്ങൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ ഈ പൊതുദർശനം പൂർത്തിയാക്കാനാകും എന്ന് ആർക്കും അറിവില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം വലിയ ചുടുകാട്ടിൽ ആണ് VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. അവിടെ സമര പോരാട്ടങ്ങളുടെ മണ്ണാണിത്. ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികരായിരുന്നവരെ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയാണിത്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ഉള്ളത്. അരുൺ, നേരത്തെ മുതൽ, അതായത് VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുക്കുന്ന വലിയ ചുടുകാട്ടിൽ തന്നെയും ആളുകളുടെ വലിയ തിരക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വലിയ ചുടുകാട്ടിൽ VS-ന്റെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അവസാന പണികളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, CPM പ്രവർത്തകർക്ക് എത്രയും വൈകാരികമായ ബന്ധമുള്ള, വൈകാരികമായി അവർ കാണുന്നതാണ് പുന്നപ്ര വയലാർ സ്മാരകം. ഈ വലിയ ചുടുകാട് രാജവാഴ്ചയ്ക്കെതിരായി പോരാടിയ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് വേണ്ടിയും P കൃഷ്ണപിള്ളയും R സുഗതനും PT പുന്നൂസും അടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടിയും അവർ ഉയർത്തിയ രക്തസാക്ഷി സ്മാരകമാണ് ഇവിടെ, രക്തസാക്ഷി സ്തൂപമാണ് ഇവിടെ. അവിടെയാണ്, അതിന് സമീപത്താണ് VS അച്യുതാനന്ദൻ എന്ന എക്കാലത്തെയും ജനകീയനായ, എക്കാലത്തെയും പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനും വിശ്രമം ഏതുമറിയാത്ത, വിശ്രമം എന്തെന്നറിയാത്ത, ജീവിതത്തിൽ വിശ്രമം ഒരിക്കലും ഈ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് VS-നെ പൊതുപരിപാടികൾ നമുക്ക് കാണാൻ കഴിയാത്തത്. കേരള രാഷ്ട്രീയത്തിൽ സജീവ ഇടപെടുന്ന VS മാറി നിന്ന് അവിടെ VS-നും സ്മാരകം ഒരുങ്ങുകയാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച CPM-ന്റെ ചിഹ്നം ആലേഖനം ചെയ്ത VS എന്ന ദ്വയാക്ഷരി രേഖപ്പെടുത്തിയ അവിടെയാണ് VS-ന് ചിതയൊരുങ്ങുന്നത്. നിറഞ്ഞ ചിരി VS-ന്റെ പ്രത്യേകതയാണ്. ആ നിറഞ്ഞു ചിരിക്കുന്ന VS-ന്റെ ഒരു ചിത്രം, ആ ചിത്രത്തിന് മുൻപിലാണ് അദ്ദേഹത്തിന് ചിതയൊരുക്കുന്നത്. ആ ചിത VS-ന് രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ, VS-ന് റോസാപുഷ്പങ്ങൾ അർപ്പിക്കാൻ ജനം തിക്കിത്തിരക്കുന്നത് ഇപ്പോഴും ആ AKG പഠന ഗവേഷണ കേന്ദ്രം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹം ആലപ്പുഴയിലേക്ക് ഉണ്ടാകുന്നു. വേദിക്കകത്ത് വീട്ടിലേക്കും റിക്രിയേഷൻ ക്ലബിലേക്കും ഇവിടെ ഈ വലിയ ചുടുകാട്ടിലേക്കും ഒക്കെ അണമുറിയാത്ത ജനപ്രവാഹമാണ്. ഇവിടെയാണ് VS-ന് ചിതയൊരുങ്ങുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തും. അവരുടെ സാന്നിധ്യത്തിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുടെ, ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാകും VS അച്യുതാനന്ദൻ എന്ന ജനകീയ കമ്മ്യൂണിസ്റ്റിന് രാഷ്ട്രീയ കേരളം, CPM പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആരാധകർ വിട നൽകുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ ചുടുകാട്ടിലേക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് പ്രവർത്തകരേക്ക് ഇവിടെ നിന്ന് മാറ്റിയേക്കാം, നേതാക്കൾക്ക് മാത്രമായി ഇവിടേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയേക്കാം. ഈ വലിയ ചുടുകാടിന്റെ ചരിത്രം പറയുമ്പോൾ VS അച്യുതാനന്ദൻ എന്ന തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് വലിയ ചുടുകാട്. അരുൺ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. CPM-ന്റെ സമന്വിതരായ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നു. കാണാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരെ നിരാശരാക്കാതെ, അതുകൊണ്ടാണ് സമയം കണക്കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടെ ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പഴയ സമയക്രമം അനുസരിച്ച് 10 മണിയോടുകൂടി എത്തണം. ഇപ്പം 5 മണി എന്ന് പറഞ്ഞാൽ ഇനി എത്ര സമയം നമുക്ക് ഇവിടെ അനുവദിക്കാൻ കഴിയും? അല്ല, സമയം അനുവദിക്കുന്ന വെച്ചാൽ ഇവിടെ വന്ന് എല്ലാവരെയും കാണിക്കാതെ കൊണ്ടുപോകത്തില്ല. രാത്രി വൈകിയായിരിക്കും സംസ്കാരം. എത്ര വൈകിയാലും ശരി, ആൾക്കാരെ കാണിച്ചിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. സംസ്കാരം രാത്രി, അതിൽ വേറെ രാത്രി തന്നെ നടക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും. ഇവിടുത്തെ ഒരു ക്രമീകരണം ഇവിടെ വളരെ വിപുലമായി. കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം മുന്നിൽ കണ്ടിരുന്നു നേരത്തെ. അല്ല, ഇവിടെ ഒരു 3 ദിവസം മുമ്പ് വന്ന് കണ്ടാൽ, ഇന്ന് പണ്ട് കണ്ട ആൾക്കാർക്ക് ആ സ്ഥലമാണോ എന്ന് അത്ഭുതപ്പെടും. കാരണം ഒരു തടാകം പോലെ നിന്ന സ്ഥലമാണ്. ഈ വെള്ളം മുഴുവൻ 2 ദിവസക്കാലമായി പറ്റിച്ചിട്ടാണ് ഞങ്ങൾ ഈ മണലൊക്കെ ഇറക്കി ഈ നിലയിലേക്കുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്നും വാഹനങ്ങളിൽ എത്തുന്ന 100 കണക്കിന് ആൾക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. അതിനാ വിശാലമായ ആലപ്പുഴ കടപ്പുറം. അതോടൊപ്പം തന്നെ ഈ ബൈപ്പാസിന്റെ പാലത്തിന്റെ താഴെ മഴ കൊള്ളാതെ, മഴയുണ്ടെങ്കിലും ആൾക്കാർക്ക് മണിക്കൂറോളം നിൽക്കാൻ കഴിയുമെന്നുള്ള കാഴ്ചപ്പാട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ റെക്രിയേഷൻ ഗ്രൗണ്ട് തന്നെ, ഈ പോലീസ് പരേഡ് ഗ്രൗണ്ട് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് ഒരുക്കിയത്. ആലപ്പുഴയിലെ പ്രവർത്തകരല്ല ഇവിടെ വരാൻ പോകുന്നത്. അതിനും അപ്പുറം സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് 3 മണിക്ക് മാവേലി ട്രെയിൻ ആലപ്പുഴ വന്ന് നിന്നപ്പോൾ
തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഇന്റർസിറ്റി ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ ആയിരക്കണക്കിന് ഇറങ്ങുന്നത് പോലെയാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ പ്രദേശത്ത് നിന്ന് മാവേലി ട്രെയിനകത്ത് ആൾക്കാർ വന്നിട്ടുള്ളത്. ആ ആൾക്കാരാണ് വിവിധ സ്ഥലങ്ങളിലായി VSന്റെ വീട്ടിലായും പാർട്ടി ഓഫീസിലായും ഇവിടെയൊക്കെയായി എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇവിടെ ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് അതിന്റെ ആ ക്രമീകരണം. മുഖ്യമന്ത്രി ഇപ്പോൾ DC ഓഫീസിലാണുള്ളത്. നേരത്തെ തൊട്ട് രാവിലെ തൊട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം അവിടുന്ന് VSനെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തും. VS മാത്രമല്ല, പാർട്ടിയുടെ 9 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുമുണ്ട്. ഒരു യാദൃശ്ചികത വന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ വലിയ ചുടുകാട് VS സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് എഴുതി കൊടുത്ത് കൈപ്പറ്റിച്ചിട്ട് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ആ ഇടത്തേക്ക് VS മടങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടി. തീർച്ചയായിട്ടും ആലപ്പുഴ പാർട്ടി ഓഫീസ് അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു സന്ദർഭത്തിൽ. വലിയ ചുടുകാട് എന്ന് മാത്രമല്ല, ആലപ്പുഴയുടെ ഒരു വൈകാരികമായ ബന്ധമാണ്. അതാണ് ഇത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിലാപയാത്ര കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആലപ്പുഴ അതിർത്തി കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വൈകാരികത അല്പം കൂടിയോ എന്ന് പ്രവർത്തകർ തോന്നുന്നു. അതിന്റെ അത് സ്വാഭാവികമല്ലേ, കാരണം 7-8 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. അപ്പൊ എത്ര തലമുറയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പിന്നെ ഈ പച്ചയായ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പച്ചയായ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരന്റെ മനുഷ്യന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് VS എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണക്കാർ ഇത്രയധികം അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ വേണ്ടി ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കാത്തു നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ഇവിടെ വരുന്ന അവസാന ആൾക്ക് പോലും കാണാനുള്ള അവസരം നൽകിയിട്ടേ മൃതദേഹം ഇവിടുന്ന് എടുക്കും കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രവർത്തകരെയും മറ്റ് ആൾക്കൂട്ടവും അങ്ങോട്ട് വരേണ്ടതില്ല, അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ ചുടുകാട്ടിന്റെ ഭാഗത്തേക്ക്? ഇല്ല, അങ്ങനെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടിരിക്കുകയാണ്. പക്ഷെ VSനെ ഒരു നോക്ക് കണ്ടതിന് ശേഷം മറ്റുള്ളവരിടത്തുനിന്ന് എല്ലാ ആൾക്കാർ പോകും. എന്നാൽ ആലപ്പുഴയിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം ആൾക്കാർ സംസ്കാരത്തിന് ശേഷമേ പോകത്തുള്ളൂ. അതാണ് BP ചന്ദ്രശേഖരൻ MLA പറയുന്നത് പോലെ ഇവിടെ വരുന്ന എല്ലാ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്ന VSനെ കാണാൻ എത്തുന്ന എല്ലാവർക്കും അവസാനത്തെ വ്യക്തിക്കും കാണാനുള്ള അവസരം ഒരുക്കിയിട്ടേ വിടുകയുള്ളൂ. അതിനുള്ള ക്രമീകരണമാണ്. സമയക്രമങ്ങൾ പൂർണ്ണമായും തെറ്റിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച സമയക്രമമാണെങ്കിൽ രാവിലെ 10 മണിയോടുകൂടി ഇവിടെ പൊതുദർശനം ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സമയക്രമമെല്ലാം തെറ്റി. ഒരു പക്ഷേ 5 മണിക്കോ അതിനുശേഷമോ ഇപ്പോഴത്തെ ഒരു ആലോചന അനുസരിച്ച് മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിക്കുക, 5 മണി. അങ്ങനെയെങ്കിൽ ഇവിടെ മണിക്കൂറുകളോളം പൊതുദർശനം നീണ്ടുപോകും. അങ്ങനെയെങ്കിൽ സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിൽ നടക്കുമ്പോൾ അർദ്ധരാത്രി സമയത്തേക്ക് ഒരുപക്ഷെ കടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. വളരെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയുള്ള ക്രമീകരണമാണ്. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാവും, CPMന്റെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ ഉണ്ടാവും, ഒപ്പം മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പങ്കാളിത്തം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുമപ്പുറം ഈ ഒരു സ്ഥലത്തെ പൊതുദർശനത്തിന്റെ പ്രത്യേകത, ഇവിടേക്ക് വരാൻ പോകുന്നത് ആലപ്പുഴയിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ ആലപ്പുഴയിലെ VSനെ ഇഷ്ടപ്പെടുന്നവരോ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വളരെ ദൂരങ്ങളിൽ നിന്നും ട്രെയിനിലും മറ്റ് സൗകര്യങ്ങളിലും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം. അതുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച വളരെ വിശാലമായ ഒരു ജനസമുദ്രമാണ്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ പ്രത്യേക പന്തലിലേക്ക് വരാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അഭിലാഷ്.